Hello. Welcome to market discussion of the day. Today, November 5th, 2025, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ ഈ തിങ്കളാഴ്ച പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എല്ലാ 2 ആഴ്ച കൂടുമ്പോഴായിരിക്കും ഈ ഒരു ബാച്ച് നടക്കുന്നത്. 2 ആഴ്ചത്തെ ക്ലാസ് ആണ്. ഓക്കെ, രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ചു പോകുന്നു. ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നലെ ജോൾഡ് ജോബ് ഓപ്പണിങ്ങിൻ്റെ ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഒരു ന്യൂസ് നോട്ട് ഡിക്ലെയർഡ് ആണ്. ഓക്കെ, നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെഡ് ഗവൺമെൻറ് ക്ലോസ് ഡൗൺ ആണ്. സോ അതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ന്യൂസ് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ന് നമുക്ക് നമ്മളുടെ ഫണ്ടമെൻ്റൽ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയാം. ADP നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ച് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അതിനുശേഷം IFM നോൺ മാനുഫാക്ചറിങ് PMI ഉണ്ട്. ഇതിൻ്റെ ന്യൂസുകളൊക്കെ വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്നത്തെ ന്യൂസുകൾ. ഓക്കെ, 1:15, 3 മണി, 3:30 ഇന്ത്യൻ ടൈമിംഗ് 6 മണി, ആ ഒരു 6 മണിക്ക് ശേഷമാണ് ഈ ന്യൂസുകളെല്ലാം വരുന്നത്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക 5:30 മണിക്കൂറിന് ശേഷം കാൽക്കുലേറ്റ് ചെയ്ത് പോയാലും മതിയാവും. ഓക്കെ, സോ നമുക്ക് നാളെയാണ് നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയതുകൊണ്ടിട്ട് അല്ലെങ്കിൽ ആവാൻ പോകുന്നത് കൊണ്ടിട്ടാവാം ചിലപ്പോൾ GBP താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കും പേഴ്സണലി എന്താ പറയുക, GBPക്ക് പ്രത്യേകിച്ച് പർട്ടിക്കുലർ റീസൺ ഒന്നുമില്ല താഴോട്ട് പോകാനായിട്ടുള്ള. നോർമലി ഇത് ഇയർ എൻഡ് ആവാൻ നേരത്ത് GBP താഴോട്ട് പോകാറ് ഉണ്ട്. അത് അങ്ങനെ ഒരു കാര്യം കാണിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ചിലപ്പം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ളൊരു അനുമാനത്തിലായിരിക്കാം ആൾക്കാർ GBP സെൽ ഓഫ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. കഴിഞ്ഞ ആഴ്ചത്തെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിന് ഡിസിഷനകത്ത് വന്നപ്പോൾ 4.25 നിന്ന് 4% ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. അതുകൊണ്ടിട്ട് തന്നെ ഫെഡ് എന്ത് തീരുമാനം എടുക്കുന്നോ അതേ തീരുമാനമായിരിക്കും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എടുക്കുന്നത് എന്നത് വെച്ചിട്ട് ഈ 4% നിന്ന് 3.75 ആകും എന്നുള്ള അനുമാനത്തിലാകാം ചിലപ്പം GBP സെൽ ഓഫ് ആവുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, സോ നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. 1:30 മണിക്കാണ് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസ് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട് 2:15 UK ടൈമിംഗ് ആണ് ഇതെല്ലാം. ഓക്കെ, നാളെ നമുക്ക് വെള്ളിയാഴ്ച നമുക്ക് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസും വരുന്നുണ്ട്. അതൊക്കെ US നിന്ന് വരുന്ന ന്യൂസുകളൊക്കെ വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കേണ്ടി ഇരിക്കുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ ന്യൂയോർക്കിൽ സൊഹറൻ മംദാനി എന്ന് പറഞ്ഞിട്ട് പുതിയൊരു മേയർ വന്നിട്ടുണ്ട്. ആ മേയറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആളാണെന്നുള്ളതാണ്. ഓക്കെ, സോ US മിഡ് ടേം ആണ് അടുത്ത നവംബറിൽ, 2026 നവംബറിൽ US മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ പോവാണ്. ആ മിഡ് ടേം ഇലക്ഷൻ നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ള ഒരു അടിയാണ് ഈ വട്ടം ഇപ്പോൾ നടന്നിട്ടുള്ള ഈ ഒരു ഇലക്ഷനകത്ത് ഡെമോക്രാറ്റിക് പാർട്ടി വിജയിച്ചത് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ അൺസർട്ടനിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഈ ഒരു ന്യൂസ് ഗോൾഡിൽ പ്രഷർ ഉണ്ടാക്കാനായിട്ടുള്ളൊരു ന്യൂസ് കൂടെയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്നലെ എന്താ പറയുക, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ന്യൂസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് എന്താ പറയുക, നമുക്ക് അതുകൊണ്ടിട്ട് തന്നെ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് മാർക്കറ്റിലിരിക്കണം. ഇങ്ങനത്തുള്ള പൊളിറ്റിക്കൽ കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ഓക്കെ, സോ നമുക്കറിയാം ഇന്നലെ ഗോൾഡ് ഒന്ന് താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. 3930 അടുത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞ പ്രൈസ് അല്ലേ, അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറി 3980 മുകളിലായിട്ട് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നു. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് നേരെ നമ്മളുടെ എല്ലാ ദിവസവും പറയുന്നത് പോലെ JPY തന്നെ പോകാം. ഓക്കെ, സോ JPY നമ്മൾ 153.43 നമുക്ക് ഡൗട്ടാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. സോ മാർക്കറ്റ് എവിടെയും പോയിട്ടില്ല ഇന്നലത്തെ ദിവസം ഒന്നും. മാർക്കറ്റ് മാക്സിമം പോയത് 153 അവിടുന്ന് റീട്രേസ് ചെയ്ത് മുകളിലോട്ട് പോയതാണ് നമുക്ക് കണ്ടത്. ഇവിടെ ഒന്നും എൻട്രി ഇല്ല. ഓക്കെ, JPY ഒരു എൻട്രി പോലും ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. JPY നമുക്ക് നല്ലൊരു എൻട്രി കിട്ടണം എന്നുണ്ടെങ്കിൽ
154 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. അതും ഒരു ദിവസത്തെ ക്യാൻഡിൽ കേട്ടോ, 1 ഡേ ക്യാൻഡിൽ 154. നമ്മൾ ട്രേഡ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്താ പറയുക, റേഞ്ച് അടിസ്ഥാനത്തിലാണ്. ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു പെയറിൻ്റെ റേഞ്ച് വെച്ചിട്ടാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ആ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം, അവിടെ നിന്ന് എങ്ങനെ തീരുമാനം എടുക്കാം എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു തരികയും ചെയ്യാം. ഓക്കെ, സോ JPYയിൽ നമ്മൾ നോക്കുമ്പോൾ 153.48. സോ ബേസിക്കലി ഇന്നലെ രാത്രി അവസാനിച്ചത് 154 താഴെയാണ്. ഓക്കെ, ഇത് നോർമലി JPYയുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 200 പിപ്പാണ്. 152 അകത്തുനിന്ന് കയറി കഴിഞ്ഞാൽ 154 വരെ, 154 അവിടെ പോയി കഴിഞ്ഞാൽ 156 വരെ. ഇങ്ങനെ ഒരു റേഞ്ചിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നതാണ് ബേസിക്കലി സ്വഭാവം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് റേഞ്ച് ബേസ് ചെയ്തിട്ട് മാർക്കറ്റിനെ കാണാം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സോ നമുക്ക് JPY 152 അവിടെ വീണ് കിട്ടിയാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ വെറുതെ വീണ് കിട്ടുക എന്നുള്ളതല്ല, അവിടെ ഒരു ബൈ ഓർഡർ ഇട്ട് വെക്കണം എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഇന്നലെ ഒരാൾ ഡൗട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ 152 അവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയും, ഓക്കെ, അത് ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിന് 1 അവർ ക്യാൻഡിൽ 152 മുകളിൽ തന്നെ ആവുകയും അത് വേണമെങ്കിൽ ഒരു കൺഫർമേഷൻ 4 അവർ ക്യാൻഡിൽ എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അവിടെ നിന്നൊരു ബൈ എൻട്രി എടുക്കാം. ഓക്കെ, അത് ചിലപ്പോൾ 152 തന്നെ കിട്ടണം എന്നില്ല, 152.10 അല്ലെങ്കിൽ 152.20 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അതാണ് നമുക്കൊരു കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ 152 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം. 151.40 താഴെ വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ മറിച്ച് ഇന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി 154 മുകളിലായിട്ട് അവസാനിക്കുകയും നാളെ രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 154 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 153.40 താഴെ സ്റ്റോപ്പ് ലോസും വെക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മൾ JPYയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ ഇന്നലെ നമ്മൾ ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.1500 അവിടുന്നാണ് ബൈ ചെയ്യാനായിട്ട് പറഞ്ഞത്. ഓക്കെ, സോ 1.1500 അവിടുന്ന് ബൈ ചെയ്യേണ്ട ആൾക്കാർ 1.1440 താഴെയാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറഞ്ഞത്. ഒരാൾക്ക് പോലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടില്ല, മാർക്കറ്റ് അങ്ങോട്ട് പോയിട്ടില്ല, അതുകൊണ്ടാണ് ആർക്കും സ്റ്റോപ്പ് ലോസ് അടിക്കാത്തതല്ലേ. സോ 1.1440 താഴെ തന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെ എടുക്കുക. ഇല്ലാത്ത ആൾക്കാർ, ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ വെയിറ്റ് ചെയ്യുക. 1.1500 മുകളിലായിട്ട് അറ്റ്ലീസ്റ്റ് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ ടൈമിംഗ് 11:30 മണിക്കാണ് നമ്മളുടെ യൂറോപ്പ് ഓപ്പൺ ആവുന്നത്. ഓക്കെ, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണിക്കാണ് ഏഷ്യ ക്ലോസ് ആവുന്നത്. അപ്പം ഈ യൂറോപ്പിൻ്റെ ഓപ്പണിങ്ങും ഏഷ്യയുടെ ക്ലോസിങ്ങിനും അല്ലെങ്കിൽ ഏഷ്യയുടെ ക്ലോസിങ്ങിനും US-ന്റെ ഓപ്പണിങ്ങിനും 1.1500 മുകളിലാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, സോ ബേസിക്കലി ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. യൂറോപ്പ് സോണൊക്കെ ഓൾറെഡി ഇവിടെ 2 മണിക്കൂർ മുന്നേ ഓപ്പൺ ആയി. ഓക്കെ, സോ ഇതാണ് കോൺസെപ്റ്റ്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 1.1500 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സ് അല്ലെങ്കിൽ ക്ലോസിങ്ങിന് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടുന്ന് ബൈ ചെയ്ത് യൂറോ മുന്നോട്ട് പോവുകയും ചെയ്യാം. ഈ ഒരു ഘട്ടത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. കാരണം 1.1500 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രേക്ക് ആയാൽ there is a big possibility that market will be reaching 1.1100. ഓക്കെ, സോ നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും യൂറോ സെല്ലിലോട്ട് നിൽക്കേണ്ടി വരും. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ നേരെ നമ്മളുടെ GBPയിലോട്ട് വരാം. GBP USD ഇന്നലെ 1.3100 എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇൻ ദ ഗെയിമാണ്. യൂറോ GBP നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ഡൗൺഫോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ 3-4 ഓപ്പർച്യൂണിറ്റി, കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുള്ള ഒരു 3-4 ഓപ്പർച്യൂണിറ്റി സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, സോ അത് അങ്ങനെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഒന്നും ചെയ്യാനില്ല. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ ലോസുകൾ വന്നേനായിരുന്നല്ലേ. സോ എന്താ പറയുക, നമുക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി ഇന്ന് ഒന്നും ചെയ്യാതിരിക്കുക. കാരണം നാളെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. സോ അതിലൊക്കെ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി ഉണ്ടാവും. സപ്പോസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചാൽ ഇനിയും താഴോട്ട് പോകും, അതുകൊണ്ട് ഇവിടെ നിന്നൊരു ബൈ ചെയ്യണ്ട. ഓക്കെ,
അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റ് വെയിറ്റിംഗ് ആയിരിക്കും, ആ ഒരു ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ കിടന്ന് കറങ്ങാനേ ചാൻസ് ഉള്ളൂ GBP, നമുക്കറിയില്ല. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് നാളത്തെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മളുടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് വരുന്നത്. നിങ്ങൾക്ക് ഏത് എക്കണോമിക് കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് അപ്പം തന്നെ അല്ല, നമുക്ക് വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ചയോ GBP തൊടുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ GBP ഒരുമാതിരി മറ്റെടുത്ത പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ എന്തായാലും നമ്മൾ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് 3981 നിൽക്കുന്നു. സോ ഇന്നലെ നമ്മൾ പറഞ്ഞൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, എവിടെയും തുടരുത്, ഗോൾഡ് തുടരുത്, പക്ഷേ ഒരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3930. ഓക്കെ, സോ 3900 ബോഡി ഫോം ചെയ്ത് 3931, 3927 വരെ മാർക്കറ്റ് പോയിട്ടുമുണ്ട്. ഓക്കെ, സോ മാർക്കറ്റ് 3927 വരെ പോയിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ 28 വരെ പോയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ ഇത് കേട്ട് ഗോൾഡിൽ ട്രേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ മിനിമം 500 പിപ്പിൻ്റെ പ്രോഫിറ്റിലാണ്. വളരെയധികം സന്തോഷം. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ ഗോൾഡിലൊരു ഓപ്പർച്യൂണിറ്റി പറയുന്നത് പോലും. ഓക്കെ, സോ അത് നല്ല രീതിയിൽ സെറ്റായത് വളരെയധികം സന്തോഷമുണ്ട്. സോ ഇങ്ങനത്തുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് ഗോൾഡിൽ ഏറ്റവും ബെറ്റർ. ഇല്ലെങ്കിൽ നമ്മുടെ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടുന്ന ആൾക്കാർ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. ഓക്കെ, ഇല്ലാത്ത ആൾക്കാർ ചിലപ്പം 1-2 പ്രോഫിറ്റുകൾ ഉണ്ടാക്കും. ഓവർ എ പോയിന്റ് ഓഫ് ടൈം പൈസ മൊത്തം അടിച്ചു പോവുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് ഗോൾഡിൽ എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി? ഇപ്പം 3979 നിൽക്കുന്നു. USA നിന്ന് വരുന്ന ന്യൂസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നലെ എലക്ഷൻ പ്രമാണിച്ച് ഡെമോക്രാറ്റിക് പാർട്ടി വിജയിക്കുകയുണ്ടായി ന്യൂയോർക്കിൽ. ഓക്കെ, സോ അതിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയൊക്കെ വന്നാൽ അത് ഗോൾഡിൽ വീണ്ടും സമ്മർദ്ദം ഉണ്ടാക്കുകയും മുകളിലോട്ട് പ്രഷർ ഉണ്ടാവുകയും മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് അറിയില്ല. ഇനി അടുത്ത വട്ടം 3930 പോയിട്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നിർബന്ധമില്ല. അതുകൊണ്ടിട്ട് ചെറിയ ലോട്ട് എടുത്ത് വേണമെങ്കിൽ പരിശീലനം നടത്താം. ഇപ്പോൾ ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.1 ലോട്ട് എടുക്കാം. ഒരു ലോട്ട് എടുക്കുന്ന ആൾക്കാർ 0.1 ലോട്ട് എടുത്ത് ചെയ്യാം. ഓക്കെ, സോ അതുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഒരു ലോട്ട് ചെയ്യുന്ന ആൾക്കാർ 0.1 ലോട്ട് കിട്ടും, അതിൽ കൂടുതൽ എടുക്കരുത്. ഓക്കെ, സോ അതാണ് എനിക്ക് ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴെ വീണ് കിട്ടിയാൽ സപ്പോസ് 3880 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ വൈ ചെയ്തു പോകാം. ഞാൻ നേരത്തെ പറയുന്നൊരു കാര്യമുണ്ട്, 3830 ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ മാർക്കറ്റിൻ്റെ റേഞ്ച് അറ്റ് പ്രസൻറ്റ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3930 to 3980. സോ 80 അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ അടുത്തൊരു അവർലി ക്യാൻഡിൽ മുകളിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എടുക്കാതിരിക്കുക. ഒരു 2-3 അവർലി ക്യാൻഡിൽസ് അവിടെ സ്റ്റാർട്ട് ചെയ്താൽ ദർ ഈസ് എ ചാൻസ് ഓഫ് ബ്രേക്ക് ഔട്ട്. 3980 മുകളിലായിട്ട് മാർക്കറ്റ് പോവുകയും അത് നമുക്ക് മുകളിൽ പോയി സസ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക്കലി മാർക്കറ്റ് ഡിസ്കഷനിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് വെറുതെ ട്രേഡുകൾ എടുക്കാതിരിക്കുക. മാർക്കറ്റിൻ്റെ ഒരു ദിശ മനസ്സിലാക്കി നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അങ്ങനെ വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയും ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പ്രോഫിറ്റബിൾ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റുകയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ പല ആൾക്കാരും അതിന് മുന്നേ ആയിട്ട് പല ആൾക്കാരും എൻ്റെ അടുത്ത് ബ്രോക്കർ നോക്കുന്നുണ്ട്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. നമുക്ക് UK റെഗുലേഷൻ, UAE റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക, ഓസ്ട്രേലിയ എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. സോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഇന്ന്, നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടായത് കൊണ്ടിട്ട്. സോ സ്റ്റാർ ട്രേഡറിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് കയറാം. UAE ക്ലയൻസ് ആണെങ്കിൽ പ്രത്യേക ലിങ്കാണ്, അത് ത്രൂ കയറാം. ആപ്പ് ത്രൂ ആണ് നിങ്ങൾ കയറുന്നതെങ്കിൽ റെഫറൻസ് കോഡും കൊടുത്തിട്ടുണ്ട്. മാക്സിമം ആപ്പ് ത്രൂ കയറാതിരിക്കുക, ലിങ്ക് ത്രൂ തന്നെ കയറാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, റെഗുലേഷൻസും അതേപോലെ ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇന്ത്യൻ ക്ലയൻസിനാണെങ്കിൽ $500 50% ടോട്ടൽ എത്രയാണോ ഇടുന്നത് അതിൻ്റെ
100% ബോണസാണ് കമ്പനി തരുന്നത്. $1,500 50%, ടോട്ടൽ ബോണസിന് ടോട്ടൽ എത്രയാണ് വരുന്നത് അതിൻ്റെ 20% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസും തരും. UK ക്ലയൻസ് ആണ്, യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ നമുക്ക് ആദ്യത്തെ $100 $1,000 ബോണസും തരും. സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റിൻ്റെ 20% ബോണസും തരികയും ചെയ്യും. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ അടുത്ത് പേഴ്സണലി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹെൽപ്പും ചെയ്ത് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.